ഹരേ കൃഷ്ണ. ഭഗവാൻ കൃഷ്ണന്റെ ലീലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭക്തി സാന്ദ്രവുമായ ഒരു അധ്യായമാണ് പൂതനാമോക്ഷം. കംസന്റെ നിർദ്ദേശപ്രകാരം ഗോകുലത്തിലെ ശിശുക്കളെ വധിക്കാനായി പുറപ്പെട്ട പൂതന എന്ന രാക്ഷസി ഒടുവിൽ എത്തിച്ചേരുന്നത് നന്ദഗോപരുടെ കൊട്ടാരത്തിലായിരുന്നു. എന്നാൽ ഗോകുലത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ അവൾ തന്റെ ഭയാനകമായ രാക്ഷസ രൂപം മറച്ചു വെച്ചിരുന്നു. ആരെയും ആകർഷിക്കുന്ന മനോഹരമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് അതീവ സുന്ദരിയായ ഒരു ഗോപസ്ത്രീയുടെ വേഷത്തിലാണ് അവൾ ഉണ്ണിക്കണ്ണന്റെ അടുത്തേക്ക് നടന്നു നീങ്ങിയത്. അവശ്യ സൗന്ദര്യം കണ്ട് കൊട്ടാരത്തിലുള്ളവർ പോലും അത്ഭുതപ്പെട്ടു പോയി. യശോദയെയും രോഹിണിയമ്മയും മറ്റു ഗോപസ്ത്രീകളെയും അവഗണിച്ചുകൊണ്ട് അവൾ യശോദയുടെ ഗൃഹത്തിൽ പ്രവേശിച്ചു. ആ രാക്ഷസിയുടെ സുന്ദരീ രൂപത്തിൽ മയങ്ങിപ്പോയ അവർക്ക് അവൾ ആരാണെന്ന് അന്വേഷിക്കാൻ പോലും കഴിഞ്ഞില്ല. ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ഉണ്ണിക്കണ്ണൻ കിടന്നിരുന്ന തൊട്ടിലിനരികിലേക്ക് അങ്ങനെ ആ രാക്ഷസി എത്തി. അവിടെ ഉണ്ടായിരുന്നവർ തടയുന്നതിന് മുമ്പ് തന്നെ ആ കപട സുന്ദരി ഉണ്ണിയെ കയ്യിലെടുക്കുകയും തന്റെ സ്തനങ്ങളിൽ പുരട്ടിയിരുന്ന മാരകമായ വിഷം ബാലനായ കൃഷ്ണന് നൽകുകയും ചെയ്തു. എന്നാൽ പ്രപഞ്ചനാഥനായ എല്ലാം അറിയുന്ന നമ്മുടെ കുഞ്ഞുണ്ണിക്കണ്ണൻ അവൾ നൽകിയ വിഷപ്പാലോടൊപ്പം അവളുടെ പ്രാണനെയും ചേർത്ത് വലിച്ചു കുടിക്കുവാൻ തുടങ്ങി. വിഷം കുടിച്ച ഭഗവാന് ഒന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, തന്റെ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ പൂതനയ്ക്ക് ആ വേദന സഹിക്കാനുമായില്ല. വിടൂ, എന്നെ വിടൂ എന്നവൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. ഒടുവിൽ പ്രാണൻ വെടിഞ്ഞ് അവൾ താഴേക്ക് പതിച്ചു. മരണവേദന കൊണ്ടുള്ള ആ രാക്ഷസിയുടെ ഭയങ്കരമായ ആലോചന കേട്ട് ഗോകുലം മുഴുവൻ ഞെട്ടിവിറച്ചു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിയെത്തിയ ഗോകുലവാസികൾ കണ്ടത് ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു. ഭയന്ന് വിറച്ചെങ്കിലും ആ രാക്ഷസിയുടെ ഭീമാകാരമായ ശരീരത്തിന് മുകളിൽ യാതൊരു ആപത്തുമില്ലാതെ സുരക്ഷിതനായി കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൊന്നുണ്ണി കണ്ണനെ കണ്ടപ്പോൾ എല്ലാവർക്കും ആശ്വാസമാണായത്. അവർ ആനന്ദ കണ്ണീരോടെ ഉണ്ണിയെ വാരിയെടുക്കുകയും ദോഷങ്ങളെല്ലാം അകറ്റാൻ രക്ഷാകർമ്മങ്ങളൊക്കെ ചെയ്ത് യശോദമ്മയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതേ സമയം മധുരയിൽ നിന്നും നന്ദഗോപർ ഗോകുലത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു. വസുദേവർ തനിക്ക് നൽകിയ സൂചനകളെ കുറിച്ചും ഗോകുലത്തിൽ എന്തോ അനിഷ്ട സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതിനെ കുറിച്ചും അദ്ദേഹം വഴിമധ്യേ ആലോചിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആശങ്കയോടെ വളരെ പെട്ടെന്നായിരുന്നു നന്ദഗോപരുടെ മടക്കം. എന്നാൽ ഗോകുലത്തിലെത്തിയ അദ്ദേഹം കണ്ടത് ജീവനില്ലാതെ കിടക്കുന്ന പൂതനയുടെ ഭയങ്കരവും ഭയാനകവുമായ യഥാർത്ഥ രാക്ഷസ രൂപം തന്നെയായിരുന്നു. തുടർന്ന് ഗോപന്മാർ ഒത്തുചേർന്ന് ആ ഭീമാകാരമായ ശരീരം മഴുകൊണ്ട് വെട്ടി മുറിച്ച് ദൂരേക്ക് കൊണ്ടുപോയി ദഹിപ്പിച്ചു. എന്നാൽ സാക്ഷാൽ ഭഗവാന്റെ പവിത്രമായ സ്പർശനം ഏറ്റതുകൊണ്ട് ആ രാക്ഷസിയുടെ ശരീരം ദിവ്യമായി തീർന്നിരുന്നു. അവയവങ്ങൾ ദഹിച്ചപ്പോൾ അതിൽ നിന്നും ഉയർന്നു വന്നത് സാധാരണ ഒരു ശരീരം കത്തുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധമായിരുന്നില്ല, മറിച്ച് സുഗന്ധപൂരിതമായ ഒരു ദിവ്യ പരിമളമായിരുന്നു. ഗർഗഭാഗവതം പറയുന്നതനുസരിച്ച് പൂർവ്വജന്മത്തിൽ മഹാബലി ചക്രവർത്തിയുടെ പുത്രിയായ രത്നമാലയായിരുന്നു അവൾ. ഒരിക്കൽ മഹാബലിയുടെ യാഗശാലയിൽ വാമനമൂർത്തിയായി ഭഗവാൻ എഴുന്നള്ളിയപ്പോൾ ആ ദിവ്യരൂപം കണ്ട് രത്നമാലയുടെ ഉള്ളിൽ മാതൃവാത്സല്യം ഉണർന്നു. ഇതുപോലെ ഒരു പുത്രൻ തനിക്കും ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് അവൾ ആഗ്രഹിക്കുകയും ഭഗവാനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു. ഭക്തയായ രത്നമാലയുടെ ആഗ്രഹം മനസ്സിലാക്കിയ ഭഗവാൻ അവളെ അനുഗ്രഹിച്ചു. താൻ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനായി അവതരിക്കുമ്പോൾ ഈ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടുമെന്ന് ഭഗവാൻ അവർക്ക് ഉറപ്പു നൽകി. പൂതനയ്ക്ക് മോക്ഷം നൽകിയതിലൂടെ ഭഗവാൻ ലോകത്തിന് നൽകുന്ന സന്ദേശം ഇതാണ്: സ്നേഹത്തോടെ തന്നെ ശരണാഗതി പ്രാപിക്കുന്ന ആരെയും ഈശ്വരൻ കൈവിടില്ല. ഇതുപോലെയുള്ള പുരാണ കഥകളും വീഡിയോകളും കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ.